ഫണ്ണി മൊമെന്റ് സീരീസിന്റെ അടുത്ത പാർട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ വീഡിയോയിലും കണ്ടുരസിക്കാനായി ധാരാളം സംഭവങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. പല സുഹൃത്തുക്കൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട്. അവരുടെ സുഹൃത്തിനെ അപമാനിക്കാൻ എന്തെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് അവർ വിട്ടുകളയില്ല. നമുക്കറിയാം, ഓൺലൈൻ ഡെലിവറി സർവീസ് ഒക്കെ ഇപ്പോൾ വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രൊഡക്ട്സും ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി ലഭ്യമാണ്. എന്നാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില പ്രൊഡക്ട്സും ഇന്ന് ഓൺലൈൻ ഡെലിവറി ലഭ്യമാണ് എന്ന് ഇന്നാണ് മനസ്സിലായത്. പൈസ ഉണ്ട്, ഗൂഗിൾ പേ. ഒരു ചെരുപ്പ് നഷ്ടപ്പെട്ടതിന്റെയും സാഹസികമായി അത് വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ തിരിച്ചു പിടിക്കുന്നതിന്റെയും രംഗങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ചെരുപ്പ് മാറിയോ? ആ ചെരുപ്പ് കൂടെ കൊടുന്നേരിട്ടോ ക്ലബ്ബിൽ. എടാ ഏത് കിളി പോയാടാ ഇങ്ങനെയൊക്കെ കൊണ്ടേണു ആളെയും പോയിട്ട് നോക്കിട്ട്. എങ്ങനെ നാളെ പണിക്കോണോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുന്നേരിട്ടോ. ഒരു ചെരുപ്പിനുള്ളൂ. പേടിക്കണ്ട സാധനം കിട്ടിങ്ങനെ. കല്യാണം കഴിഞ്ഞ ശേഷവും കിണറ്റിൽ ചാടി ഗപ്പികളെ പിടിക്കാൻ നോക്കിയ യുവാവിനെ പറ്റി സുഹൃത്തിന് പറയാനുള്ളത് കേൾക്കൂ. പെണ്ണ് കെട്ടാൻ പ്രായമായിന്നല്ല, പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് എന്തോനെ കാട്ടിക്കൂട്ടിലാണ്ടില്ലേ. മീനെ പിടിച്ചാണ്, അത് കിണറ്റിൽ ഇറങ്ങിയാണ്ട് അത് ഗപ്പിനെ കുറുക്കാ ഇങ്ങോട്ടേക്കാ മെൻഷനാക്ക് എന്റെ വന്നിട്ടില്ലല്ലോ. ആ മനുഷ്യൻ ഈ അടുത്തൊന്നും വരില്ല മോനെ. ഇനി നമുക്ക് എന്തായാലും പുതിയ ചില പലഹാരങ്ങളുടെ പേര് പഠിക്കാം. ഈദം ബേക്കറിയിൽ പോയി വാങ്ങിച്ച സാധനങ്ങളാണ് 30 മസൂസ, 21 ഉഴുന്നുവട, 30 പരിവട. എന്ത് ചങ്ങയ പെങ്ങള്. റോഡിൽ നടന്ന സംഭവം കാണാനുള്ള തിടുക്കത്തിൽ മുകളിൽ അങ്ങനെ ഒരു സംഭവമുള്ള കാര്യം മറന്നുപോയി. നമുക്കറിയാം, ക്രിസ്മസ് ഒക്കെ ഇപ്പൊ അങ്ങ് കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്ത് ധാരാളം ക്രിസ്മസ് കരോളുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അങ്ങനെ വീടുകളിലൊക്കെ പോയി കരോൾ നടത്താനൊക്കെ ആർക്കും പറ്റും. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയി കരോൾ നടത്താൻ ഒരു റേഞ്ച് വേണം. ദാ ഇവരെ പോലെ. ഇവിടെ പിന്നെ കരോളിന്റെ പവർ കൊണ്ട് ജയിലിൽ കിടന്നവൻ വരെ എഴുന്നേറ്റ് തുള്ളുകയായിരുന്നു. നമുക്കറിയാം, ബീച്ചിൽ പോകുന്ന സമയത്ത് പലരും പല അഭ്യാസ പ്രകടനങ്ങളും കാഴ്ചവെക്കാറുണ്ട്. അത്തരത്തിൽ നല്ല അടിപൊളി ഒരു സ്റ്റണ്ട് കാണാം. അജന്തയിൽ ആദിഭാവം കണ്ടുകൊണ്ട് നടക്കുന്ന ടീമിൽ നമ്മൾ ഈ സീം ഇട്ടതാ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഒരു കള്ളം പറയാൻ പറ്റുമോ ഇപ്പൊ? കള്ളം പറയാൻ ആണ്. ഓക്കെ, ബോയ് ഫ്രണ്ട് ആണ്. ഓക്കെ, ഒരു സത്യം പറഞ്ഞ പെട്ടെന്ന്. ഇതെന്റെ ഗേൾഫ്രണ്ട് ആണ്. മോനെ സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ആത്മാർത്ഥത തലയ്ക്ക് പിടിച്ച ഒരു വ്ളോഗറിനെയാണ്. ചെളി അത് വരണ
കണ്ടില്ലേ, വണ്ടി മറിഞ്ഞിട്ടും അവൻ വ്ളോഗ് നിർത്തിയില്ല. ഇതൊക്കെയാണ് ആത്മാർത്ഥത. ഈ ട്രെൻഡുമായി ഇനി ആരൊക്കെ വന്നാലും പോയാലും ഇങ്ങേരുടെ തട്ട് താണു തന്നെ ഇരിക്കും. कमरिया मोरे हाय 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 तेरे छे नजरिया मोरे हाय हाय हाय. അപ്പോൾ ഈ വർഷത്തെ ക്രിസ്മസ് നമ്മൾ ആഘോഷിച്ചു. എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുന്നതുമാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് ക്രിസ്മസിനെ കുറിച്ച് എത്രത്തോളം അറിയാമെന്ന് കൂടി ഒന്ന് പരിശോധിക്കാം. എന്താണ് ക്രിസ്മസ് നിങ്ങൾക്കറിയാലോ. അപ്പൊ നമുക്ക് പബ്ലിക് റെസ്പോൺസ് അറിയാം. ലെറ്റ്സ് ഗോ. എന്തൊക്കെ അറിയാം ക്രിസ്മസിനെ കുറിച്ച്? ക്രിസ്മസിനെ കുറിച്ച് എന്നെ അറിയാം. എന്തൊക്കെ അറിയാം? ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ. നിങ്ങളുടെ അറിവിൽ എന്താണ് ക്രിസ്മസ്? ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസാണ്. ചേട്ടന് എന്താ അറിയാം ക്രിസ്മസിനെ കുറിച്ച്? ക്രിസ്മസിനെ കുറിച്ച് ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ അല്ല. കടലിൽ ദ്വീപുകളുണ്ട്. കബനി നദിയിലുണ്ട്, കേരളത്തിൻ്റെ കാസർഗോഡ്, അവിടെ വലിയൊരു ദ്വീപുണ്ട് നദികളിലുള്ളത്. അപ്പോൾ ഏതൊരു ഭഗവാന്റെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാവരും കൂടി ആഘോഷിക്കാറുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ്. ഇനി നമുക്കൊരു ഗോൾഡൻ ഗ്ലൗ ലെവൽ ടാലന്റഡ് ആയിട്ടുള്ള ഗോൾ കീപ്പറെ കാണാം. ഇല്ലാത്ത ഒരു രക്ഷയില്ല ഗോളി. സത്യം പറയല്ല, ഞാൻ കുറെ ഫുട്ബോൾ കളി പഠിച്ച ഒരു രക്ഷയില്ല. ഫോൺ ഏത് ആംഗിളിനാണ് സേവ് ചെയ്യുന്നത്, അത് ഐ ബോൾ വരെ അല്ല. ഇനി വളരെയധികം ടാലന്റഡ് ആയ ഒരു കൂട്ടം പ്ലേയേഴ്സിന്റെ ഫുട്ബോൾ മാച്ചിൽ ഒരു ചെറിയ രംഗം കൂടി കണ്ടോളൂ. Bola dibawa oleh Aini dibagi kepada Rohaya, Rohaya dibagi kepada Fatimah, Fatimah masih Fatimah saudara-saudara dibagi saja kepada Umi Kasum, Umi Kasum saudara-saudara dibagi kepada Kak Ti Hawa di sana. Kak Ti Hawa Messi, 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 gol 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 gol. തുണിയലക്കുന്നതൊക്കെ നിങ്ങൾ പലതവണ കണ്ടിട്ടുണ്ടാകും. പക്ഷെ തുണിയലക്കലിന്റെ ഇത്രയും ഭീകരമായ ഒരു വെർഷൻ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇങ്ങനെ ആരേലും തുണി കഴുകാൻ നിങ്ങൾ ആരേലും കണ്ടിട്ടുണ്ടോ? നോക്കിക്കേ, ഇവനിവിടെ നാനും പനി പിടിച്ച് കിടന്ന ഇവനെ ഞാൻ ശരിയാക്കും. കാണിക്കുന്ന വില കണ്ടോ? ആരും കാണുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട് പുള്ളി അറമാദിക്കുക. ഇത് കണ്ടിട്ട് ഇവൻ പൊറോട്ട അടിക്കുന്നതും അല്ല മാർഷൽ ആർട്സ് പഠിക്കുന്നതും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ തുണി അലക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. അതോ ഇനി ആ കല്ലിനോടും തുണിയോടും എന്തെങ്കിലും വൈരാഗ്യമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണോ എന്നും അറിയില്ല. കരോളിന് പോയ ക്രിസ്മസ് അപ്പൂപ്പൻ എതിരാളിയായി വന്നത് ശരിക്കുള്ള അപ്പൂപ്പൻ. പിന്നെ അവിടെ അപ്പൂപ്പന്മാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. ഇവിടെ പിന്നെ ക്രിസ്മസ് അപ്പൂപ്പന് കോമ്പറ്റീഷനായി വന്നത് മാസ്ക് ഇട്ട അനോണിമസ് ആയ ആരോ ആണ്. ഫ്രണ്ട്സിന്റെ കല്യാണത്തിന് അവർക്ക് ഓരോ പണി കൊടുക്കുക എന്നുള്ളതൊക്കെ ഇപ്പൊ ഓരോ കീഴ്വഴക്കമാണല്ലോ. അതിന്റെ ഭാഗമായി ചെയ്തതാണ് ഇതും. ഇനി കല്യാണത്തിന് വന്ന ക്യാമറാമാൻമാരെക്കാളും ആത്മാർത്ഥതയുള്ള ഒരു ക്യാമറാമാനെ കണ്ടു നോക്കൂ.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രത്തോളമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.